ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇപ്പം നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേപ്പറും പെൻസിലുമാണ്. വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പേപ്പറും പെൻസിലും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വരച്ച് തുടങ്ങിയ പേപ്പറും പെൻസിലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ഡ്രോയിങ്സും കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും അതുപോലെ തന്നെ നമ്മൾ ഇപ്പം വരച്ചുകൊണ്ടിരിക്കുന്ന പേപ്പറും പെൻസിലും അതുപോലെ ഇപ്പോൾ വരച്ച കുറച്ച് ചിത്രങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം വാങ്ങിച്ചിരുന്ന ഐവറി പേപ്പറായിരുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് 2-3 പേപ്പറൊക്കെ ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു പുതിയ പാക്കറ്റോടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടും സെയിം പേപ്പർ തന്നെയാണ്. അതിൻ്റെ കവറിൽ മാത്രം ചെറിയ വ്യത്യാസമുള്ളൂ. രണ്ടും സെയിം ഐവറി പേപ്പർ തന്നെയാണ്. ഇത് വെച്ച് 10 GSM വരുന്ന പേപ്പറാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള പേപ്പർ തന്നെയാണിത്. ഇനി നമുക്ക് പെൻസിൽ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ആർട്ട്ലൈൻ്റെ പെൻസിൽ. അപ്പം ഈ ഒരു പെൻസിലാണ് ഞാനിപ്പം യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് 6 പെൻസിലാണ് വരുന്നത്. അപ്പം HB, 2B, 4B, 6B, 8B, 10B അങ്ങനെ 6 പെൻസിലിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഡ്രോ ചെയ്യുന്ന സമയത്ത് ഓരോ ഷെയ്ഡ് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മുടി വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കണ്ണ് വരയ്ക്കുമ്പം അങ്ങനെ ഓരോ ഗ്രേഡ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പെൻസിൽ തന്നെയാണ്. ഇതിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച പേപ്പറിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ കയറി ഒന്ന് നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഇതെല്ലാം ഓൺലൈൻ എടുത്തതാണ്. അപ്പോൾ ചില സമയത്ത് റേറ്റ് കുറഞ്ഞും കൂടിയൊക്കെ വരും. പിന്നെ അല്ലെങ്കിൽ ഓഫറായിട്ട് 2-3 പാക്കറ്റ് അല്ലെങ്കിൽ 3 പാക്കറ്റ് പെൻസിലും അല്ലെങ്കിൽ 2 പാക്കറ്റ് പേപ്പർ അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടും. അപ്പം നിങ്ങൾ ഒരു ഓഫറുള്ള സമയത്തൊക്കെ കയറി നോക്കുവാണെങ്കിൽ ഈ റേറ്റിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതാണ് പെൻസിൽ. അപ്പോൾ ഇനി നമുക്കിത് ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങളോട് ജസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ തമ്മിൽ ഡിഫറൻസ് ഒക്കെ മനസ്സിലാവും. അതായത് നമ്മൾ ആദ്യത്തെ കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങളും ഈ ഒരു പെൻസിൽ ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങളും തമ്മിൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ ഒരു പെൻസിലും പേപ്പർ ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ ചാനലിൽ ഈ ഒരു ഡ്രോയിങ് വീഡിയോസിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ കാണാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതൊക്കെ ഒരുപാട് ഡ്രോയിങ്സ് നമ്മളിവിടെ കാണിക്കുന്നില്ല. വളരെ കുറച്ച് ഡ്രോയിങ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ കുറച്ച് ഡ്രോയിങ് മാത്രമേ ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് വരച്ച് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും അല്ല, കൂടുതൽ നമ്മൾ വരച്ചിട്ടുണ്ട്. എല്ലാ ഡ്രോയിങ്ങും നമുക്ക് ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് സമയം പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡ്രോയിങ് മാത്രമേ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നേ. ഡ്രോയിങ് പഠിക്കുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഓരോന്ന് വരച്ച് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് മെസ്സേജായിട്ട് ചോദിക്കുക. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ കളർ പെൻസിൽ ഡ്രോയിങ് നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാനൽ കിടപ്പുണ്ട്. അപ്പം പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഒന്ന് വരച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക.